കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മൂകാംബികയിലെ പ്രസാദം അച്ഛാ. വിഷ്ണുട്ടാ, താങ്ക്സ് മോളെ. അത് നോക്കി. ഭാമാൻഡി, എന്താ അവിടെ നടക്കുന്നേ നോക്കി. അച്ഛന് ഞാനൊരു കോഫി എടുത്തോണ്ട് വരട്ടെ? ആയിക്കോട്ടെ മോളെ. ശരി. ഇവിടെ സർവദോഷ പരിഹാര പൂജ നടക്കുകയല്ലേ ആന്റി? പിന്നെന്തിനാ ഇവളുടെ വക വേറൊരു പൂജയൊക്കെ? ഈ തങ്കളിനെ സോപ്പിടല എന്തോ കാര്യം സാധിക്കേ. അച്ഛാ, എങ്ങനെയുണ്ട് അച്ഛാ? നന്നായിട്ടുണ്ടോ മോളെ? എന്റെ ഭാമ ഉണ്ടാക്കുന്ന പോലെ തന്നെ. ഒരു വീട്ടമ്മയെന്ന് പറഞ്ഞാ ഇങ്ങനെ തന്നെയാ വേണ്ടത്. രാവിലെ ഉണർന്നു വരുമ്പോ ഒരു ദേവാലയം പോലെ തോന്നണം ആ വീട്. സ്വന്തം മനസ്സിന്റെ പരിശുദ്ധിയും നൈർമല്യവും തന്നെയാ ഒരു പെണ്ണ് സ്വന്തം വീടിന് പകർന്നു നൽകുന്നതെന്ന് ഞാൻ പറയും. പക്ഷേ അമ്മ ഇപ്പോഴും എന്നെ വിശ്വസിക്കുന്നില്ല അച്ഛാ. നിന്റെ സത്യസന്ധതയും ആത്മാർത്ഥതയും അവള് വൈകാതെ തന്നെ മനസ്സിലാക്കും മോളെ. നീ വിഷമിക്കണ്ട. ഇവിടം വരെ എത്തിച്ചു. സാറേ, സാറില്ലേ ഇവിടെ? ഇവനാ? ഏത് സാറിനെ തനിക്ക് കാണേണ്ടത്? ഞാൻ പോരെങ്കിൽ വേറൊരാളിനെ ഞാൻ വിളിക്കാം. വിഷ്ണു, ക്ലീറ്റസ് അല്ലേ ഇത്? വിഷ്ണുവിനെ വിളിക്കുന്നു. ഞാൻ നോക്കിയിട്ട് വരാം. ഈ സാറിന് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. സാറേ, സാറിന് ഞാൻ ആ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ എസ്റ്റേറ്റിലെടുത്ത ഫോട്ടോ. ലേശം വൈകി പോയെന്ന് മാത്രം. അല്ല ക്ലീറ്റസ്, അതെന്താ പിന്നെ? അല്ല, സാർ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? സാർ ഒരുപാട് കാലം പ്രേമിച്ച പെൺകുട്ടിയാണിതെന്നല്ലേ പറഞ്ഞത്? ആ പെൺകുട്ടിയായിരുന്നു സാറിന്റെ കല്യാണം കഴിഞ്ഞു. ഇനി എന്തിനായി പേടി? എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ? ക്ഷണിച്ചു വരുത്തിയ ഒരു സദസ്സിനെ അപമാനിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാ ഞാൻ മറ്റൊരു വിവാഹത്തെ കുറിച്ച് ആലോചിച്ചത്. ഇവിടെ എത്തുമ്പോ മാത്രമാ ഞാൻ അറിയുന്നത് ഇയാള് സത്യഭാമയുടെ മകനാണെന്ന്. വിഷ്ണുവേട്ടൻ ഒരു പെറ്റ് ഡോഗിനെ പോലെ എപ്പോഴും മടിയിൽ വെച്ച് ഓമനിക്കുന്ന ഒരു താജ്മഹൽ ശില്പമുണ്ട് വീട്ടിൽ. അതാര് കൊടുത്തതെന്ന് ചോദിക്കാണ്ടി. ഞാൻ അങ്ങനൊന്നും വിചാരിച്ചല്ല ആ ശില്പം ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. വെറും പരിചയത്തിന്റെ പേരില.
അല്ല സാറെന്ന് നിങ്ങൾ തുറച്ചു നോക്കണത്? സാറത് ക്ലീറ്റസ് ആണ്, ക്ലീറ്റസ്. അന്നൊരിക്കലും ഞങ്ങളെ റബ്ബർ എസ്റ്റേറ്റ് വാടകയ്ക്ക് വേണമെന്ന് സാർ വന്നില്ലേ? കാമുകയെ ചുറ്റി നടന്ന് കാണിക്കാനാണെന്ന് പറഞ്ഞപ്പോ ഈ ക്ലീറ്റസ് എന്താ പറഞ്ഞ? അങ്ങനെയാണെങ്കിൽ ഈ എസ്റ്റേറ്റ് ഒരു വർഷത്തേക്ക് അങ്ങ് എടുത്തോളാനല്ലേ? ഓർമ്മ കാണും സാറിന് ഇതൊക്കെ അല്ലേ? നിങ്ങളുടെ ആ പുന്നാര മോനിൽ വിഷ്ണു, അവനൊരു പെണ്ണിന്റെ കൂടെ അവിടെ ആ ക്ലീറ്റസിന്റെ റബ്ബർ എസ്റ്റേറ്റിലും പരിസരത്തും ആടിപ്പാടി നടന്ന് രസിക്കുക. ആട്ടവും പാട്ടും മാത്രമല്ല, കണ്ണിന് കാണാൻ കൊള്ളാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അവിടെ. ഓർമ്മയില്ലെങ്കിൽ ഞാൻ തന്നെ വിശദീകരിക്കാം. അന്ന് സാർ എന്നോട് പറഞ്ഞത് പിന്നീട് എപ്പോഴെങ്കിലും ഈ കൊച്ചിനോടൊപ്പമുള്ളൊരു ഫോട്ടോ വേണമെന്ന്. ഓർമ്മയില്ലേ? ഈ കൊച്ചറിയാതെ തികച്ച് നാച്ചുറലായിട്ട് ഈ സേവ് ദ ഡേറ്റ് വീഡിയോസ് എന്നൊക്കെ പറയൂലേ, അതുപോലെ. ഈ ക്ലീറ്റസിനെ കൊണ്ടാകാവുന്ന അത്രയും ബുദ്ധിയും കഴിവൊക്കെ ഉപയോഗിച്ച് സംഘടിപ്പിച്ചതാണ് ഈ ഫോട്ടോ. കാണുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും. ആന്റിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഇവിടെ ഈ കാണിക്കുന്നതൊക്കെ പടമായിരുന്നു എന്ന്. ഇതൊന്നും അല്ല യഥാർത്ഥ ശാലിനി. ഇവളാള് വിളഞ്ഞ വിത്ത. ഭയങ്കര കട്ടിയുള്ള പശയായി, അതാണ് ഇളവൻ പാട്. വേണ്ട. എങ്ങോട്ട് നോക്കിയേ? എങ്ങനെയുണ്ട് സാറേ? ഓക്കെ ഓക്കെ, നന്നായിട്ടില്ലേ? പരസ്പരം കൊക്കൊരുമി നിൽക്കുന്ന രണ്ടിണക്കുരുകളെ പോലില്ലേ? ഇപ്പോഴത്തെ സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്തോന്നാണ്? ചെളിയിലും വെള്ളത്തിലും മഞ്ഞിലും മരത്തിലും ഒക്കെ കെട്ടിപ്പിടിച്ച് കിടന്ന് തുണി കൊണ്ടുപോകുന്ന പോലും സംശയമാണ്. സത്യം പറഞ്ഞ ഞാൻ നേരിട്ട് കണ്ടതല്ലേ, സാറ് ഈ കൊച്ചിന്റെ ഇളയതിനെ ഒന്ന് മാറ്റി ഇരുത്തിയിട്ട് സമാധാനമായിട്ടൊന്ന് പ്രേമിക്കാൻ സാർ എന്തുമാത്രം പാടുപെട്ടെന്ന്. കൂട്ടത്തിൽ കാട്ടു തേനീച്ചേരെ കുത്തു വേറെ. ഈ ഫോട്ടോ അതിന്റെയൊക്കെ സ്മാരകമായിട്ട് പിന്നീട് ഞാൻ എടുത്തതാ. നല്ല ഭംഗിയായിട്ട് ചില്ലിട്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ടതിന് കാര്യമായിട്ട് വല്ലതും നന്നായി എനിക്കങ്ങ് പോവായിരുന്നു. അയ്യോ, ഞാനതൊക്കെ മറന്ന്. ഇവിടുത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് സത്യാമ്മയാണെന്ന് സാറ് തന്നെ പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ. എന്നാ സത്യാമ്മ തന്നെ തന്നാ മതി. അതാവുമ്പോ ഇത്തിരി കനപ്പെട്ടത് തന്നെ കിട്ടുമല്ലോ. ഇതാ ഫോട്ടോ പിടിച്ചാട്ടെ. കനപ്പെട്ടത് തന്നെ വേണം ഇയാൾക്ക് അല്ലേ? അങ്ങനെ കിട്ടിയ സന്തോഷമായിരുന്നു. സോറി സാർ.
മതിയായോ നിനക്ക്? മതി മതി, ധാരാളമായി. ഇത് കനം കൂടിപ്പോയോ എന്നൊരു സംശയം. പോട്ടെ സത്യമേ. സാറേ പോയച്ചു തരാം. ഇനി ഞാൻ വരൂല. ഇന്നത്തെ കാലത്ത് ഒരു ഉപകാരിച്ചത് ഇങ്ങനെയാണ് മനുഷ്യർ. സത്യഭാമയുടെ മകനാ വിഷ്ണു എന്ന് മുമ്പേ നിനക്ക് അറിയില്ലായിരുന്നു അല്ലേ? വിഷ്ണുവായിട്ട് നിനക്ക് പ്രേമം ഉണ്ടായിരുന്നില്ല അല്ലേ? അമ്മ അതെന്താന്ന് വെച്ചാ നീ മിണ്ടരുത്. മറുപടി പറയേണ്ടത് ഇവളാ. മണ്ഡപത്തിൽ വെച്ച് ഇവള് പറഞ്ഞതിന്റെ ന്യായം കേൾക്കണോ എനിക്ക്? അവക്ക് പറയാൻ മറുപടി ഒന്നും ഉണ്ടാവില്ല ആന്റി. ഇതിനുള്ള പോംവഴി എനിക്കറിയാം. ഞാൻ കാണിച്ചു കൊടുക്കാം ഇവരുടെ ബന്ധം ഇനി എന്താണെന്ന്. ഇവിടെ കിടക്കും പ്രണയത്തിന്റെ സ്മാരകം. സുസ്മിത, നീ എന്താ കാണിച്ചേ? എന്താ കാണിച്ചെന്ന്? വിഷ്ണു, സുസ്മി മോളകത്ത് പോ. അതെ, നീ ഈ കുടുംബത്തെ ഒന്നാകെ തകർത്തത്. അതിന്റെ മുമ്പിൽ ഈ ഫോട്ടോ ഒന്നുമല്ല. ഇത് വാരി കൂട്ടിയിട്ട് പുറത്ത് കളഞ്ഞേക്ക്, അത്ര തന്നെ. അയ്യോ, കൈ മുറിഞ്ഞല്ലോ ഏട്ടാ.
അതെ, ഉടഞ്ഞു പോയതൊന്നും കൂട്ടിച്ചേർക്കാൻ നോക്കണ്ട. ഒരിക്കലും പഴയ രൂപത്തിലാവില്ലത്. മോളെ, പൊന്നിയോടെ ആ ഉടഞ്ഞ ചില്ലുകളൊക്കെ മാറ്റിയിട്ട് വൃത്തിയാക്കി ഇടാൻ പറ. നമുക്ക് ഒരുമിച്ചും ശ്രമിച്ചു നോക്കാം മോളെ. ഉടഞ്ഞു പോയതൊക്കെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റുമോന്ന്. എന്താ ശാലിനി, എടോ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല ഇതൊന്നും. അന്ന് റബ്ബർ എസ്റ്റേറ്റിലേക്ക് പോയപ്പോ നമ്മളൊന്നിച്ചൊരു ഫോട്ടോ എടുക്കാൻ ഞാൻ അയാളോട് പറഞ്ഞിരുന്നു. അത് തന്നോടുള്ള ഇഷ്ടം കൊണ്ടാ. താൻ എപ്പോഴും എൻ്റെ അടുത്ത് നിൽക്കുന്ന കാണാനുള്ളൊരു കൊതിയുണ്ടാ. ഫോട്ടോ എടുത്ത് കണ്ടപ്പോ നമ്മൾ ഒരുമിച്ച് തോർത്ത് ഒരുപാട് ഇഷ്ടം തോന്നി. അപ്പൊ തന്നെ അതൊന്ന് ഫ്രെയിം ചെയ്ത് തരാൻ അയാളോട് പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഈ സാഹചര്യത്തിൽ ഈ രീതിയിൽ അയാൾ ഇത് ഇവിടെ കൊണ്ടുതരുമെന്ന് കരുതിയില്ല ഞാൻ. എടോ, ഇയാളെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് സന്തോഷമാണെന്നാണോ ഇയാൾ വിചാരിച്ചിരിക്കുന്നത്? ഒരിക്കലും അല്ല. ആരെങ്കിലും തന്നെ വഴക്ക് പറയുന്നത് എന്നെ തന്നെ വഴക്ക് പറയുന്നതിന് തുല്യം തന്നെയാ. ഇയാളെ നീരസത്തോടെ ആരെങ്കിലും നോക്കിയാൽ പോലും മനസ്സിലൊരു മുള്ളാണി തെറിച്ച് കയറുന്നത് പോലെ എനിക്ക്. എടോ, ഇനിയെങ്കിലും ആ സത്യം ഒന്ന് മനസ്സിലാക്ക്. നോക്ക്, ഇയാൾക്ക് മുന്നിൽ സ്വയം ന്യായീകരിക്കാൻ വേണ്ടി വന്നതല്ല ഞാനിവിടെ. എന്തെങ്കിലും മുതലെടുപ്പിന് വേണ്ടിയിട്ടുമല്ല. പക്ഷെ ഇതൊക്കെ തന്നോട് പറയണമെന്ന് തോന്നി, പറഞ്ഞു. അത്ര തന്നെ. ശാലിനിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വിഷ്ണുവേട്ടൻ എത്രയായി കഷ്ടപ്പെടുന്നത്. പാവം. ശാലിനി വിഷ്ണുവേട്ടനെ മനസ്സിലാക്കുന്നൊരു ദിവസം വന്നേ പറ്റൂ. രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ ചെയ്യാവുന്നതെല്ലാം ഈ പ്രീതി ചെയ്തിരിക്കും, ഉറപ്പാ.